സുഹൃത്തുക്കളെ, ജീവിതയാത്രയിൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു കൈപ്പേറിയ സത്യമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ചില ബന്ധുക്കളും അയൽക്കാരും പുറമേ വളരെ മധുരമായി സംസാരിക്കുകയും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരായി അഭിനയിക്കുകയും ചെയ്യും. എന്നാൽ ഉള്ളിൽ അവർക്ക് നമ്മളോട് അസൂയയും വഞ്ചനയും മാത്രമായിരിക്കും. നിങ്ങളുടെ വിജയത്തിൽ അസ്വസ്ഥരാകുന്ന ഇക്കൂട്ടർ എപ്പോഴാണ് നിങ്ങൾക്കൊരു വീഴ്ച സംഭവിക്കുക എന്ന് കാത്തിരിക്കുന്നവരാണ്. പാമ്പിനെപ്പോലെ നിങ്ങളുടെ ചുറ്റും ഒളിഞ്ഞിരിക്കുന്ന ഈ വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? വിഖ്യാത പണ്ഡിതനായ ആചാര്യ ചാണക്യൻ ഇതിനായി നൽകുന്ന 10 വിലപ്പെട്ട ഉപദേശങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. 1. വികാരത്തേക്കാൾ വലുതാണ് സ്വാർത്ഥത. നമ്മുടെ സമൂഹത്തിൽ സ്വത്തുതർക്കങ്ങളുണ്ടാകുമ്പോൾ ഈ സത്യം നമ്മൾ കാണാറുണ്ട്. വർഷങ്ങളോളം സ്നേഹത്തോടെ കഴിഞ്ഞ സഹോദരങ്ങൾ ഒരു സെന്റ് ഭൂമിക്കോ അല്ലെങ്കിൽ വീടിന്റെ വിഹിതത്തിനോ വേണ്ടി കോടതി കയറുന്നത് ഇന്ന് പതിവ് കാഴ്ചയാണ്. മാതാപിതാക്കൾക്ക് സുഖമുള്ളപ്പോൾ കൂടെ നിൽക്കുന്ന മക്കൾ അവർക്ക് രോഗം വരുമ്പോഴോ സാമ്പത്തികമായി ഒന്നുമില്ലാതാകുമ്പോഴോ അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിടുന്നതും ഇതേ സ്വാർത്ഥത കൊണ്ടാണ്. ബിസിനസ് പങ്കാളികൾക്കിടയിൽ ലാഭം കുറയുമ്പോൾ വർഷങ്ങളുടെ സൗഹൃദം മറന്ന് പരസ്പരം ചതിക്കുന്നത് നമ്മൾ കാണുന്നു. ഒരാൾക്ക് നിങ്ങളെക്കൊണ്ട് എന്ത് പ്രയോജനമുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ് പലപ്പോഴും ആ ബന്ധത്തിന്റെ ആയുസ്സ് നിർണയിക്കപ്പെടുന്നത്. വിദേശത്ത് ജോലി കിട്ടിപ്പോകുന്ന സുഹൃത്ത് നാട്ടിലുള്ള സുഹൃത്തുക്കളെ മറക്കുന്നതും തന്റെ പുതിയ സാഹചര്യത്തിനനുയോജ്യമായ ലാഭമുള്ള ബന്ധങ്ങൾ തേടുന്നതും ഇതിനുദാഹരണമാണ്. സ്നേഹത്തേക്കാൾ ഉപരിയായി സ്വന്തം സുരക്ഷിതത്വത്തിനാണ് മനുഷ്യൻ മുൻഗണന നൽകുന്നത്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവർക്ക് പിന്നീട് ജീവിതത്തിൽ വലിയ മാനസികാഘാതങ്ങൾ ഏൽക്കേണ്ടിവരില്ല. 2. മൗനത്തിന്റെ സുരക്ഷാ കവചം. നമ്മുടെ നാട്ടിലെ ഗോസിപ്പ് സംസ്കാരത്തെ പ്രതിരോധിക്കാൻ മൗനത്തേക്കാൾ വലിയ ആയുധമില്ല. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനോ പ്ലാൻ ചെയ്യുന്നു എന്ന് കരുതുക. ഇത് നടപ്പിലാക്കുന്നതിനു മുൻപ് അയൽക്കാരോടോ ബന്ധുക്കളോടോ പറഞ്ഞാൽ അവർ അതിലെ നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും. അല്ലെങ്കിൽ ആ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ അവസരം ഇല്ലാതാക്കും. കുടുംബ പ്രശ്നങ്ങൾ പുറത്തുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ അവരത് പരിഹരിക്കുന്നതിനു പകരം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ പരിഹസിക്കാനുള്ള വിഷയമാക്കി മാറ്റുന്നു. ഓഫീസ് രാഷ്ട്രീയത്തിൽ സ്വന്തം ബലഹീനതകൾ സഹപ്രവർത്തകരോട് പറയുന്നത് പിന്നീട് നിങ്ങളുടെ പ്രമോഷനെപ്പോലും ബാധിച്ചേക്കാം. സോഷ്യൽ മീഡിയയിൽ സ്വന്തം ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുന്നവർ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്കും വ്യക്തിഹത്യയ്ക്കും ഇരയാകാറുണ്ട്. ചാണക്യൻ പറയുന്നതുപോലെ, നിങ്ങളുടെ ആയുധം എന്താണെന്ന് ശത്രു അറിയാതിരിക്കുന്നതാണ് നിങ്ങളുടെ വിജയം. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് നിങ്ങളെ കൂടുതൽ ഗൗരവമുള്ള വ്യക്തിയായി സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നു. 3. നിഴൽ പോലെ പിന്തുടരുന്ന അസൂയ. അയൽക്കൂട്ടങ്ങളിലെ മത്സരബുദ്ധി ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ഒരു വീട്ടിൽ പുതിയൊരു കാറ് വാങ്ങിയാൽ തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ സന്തോഷിക്കുന്നതിനു പകരം അതെങ്ങനെ വാങ്ങി, അവർക്കത്രയും പണമുണ്ടോ എന്നന്വേഷിക്കാനാണ് താൽപര്യം കാണിക്കാറുള്ളത്. കുട്ടികളുടെ പരീക്ഷാഫലം വരുമ്പോൾ സ്വന്തം കുട്ടിയുടെ മാർക്കിനേക്കാൾ അയൽപക്കത്തെ കുട്ടിയുടെ മാർക്ക് കുറവാണോ എന്ന് നോക്കുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങളൊരു വിദേശയാത്ര പോയി വന്നാൽ അതിന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനിടയിൽ ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും പോകുന്നതല്ലേ എന്നു പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന അയൽക്കാരെ കാണാം. നിങ്ങളുടെ വീട് മോടി പിടിപ്പിക്കുമ്പോൾ അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും ഈ അസൂയയുടെ പുറത്താണ്. ഇക്കൂട്ടർ മുഖത്തു നോക്കി ചിരിക്കുമെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ തിരിച്ചടിയുണ്ടാകുമ്പോൾ അത് ആഘോഷിക്കാൻ മുൻപന്തിയിലുണ്ടാകും. മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. ഈ അസൂയയെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കുന്നത് നിങ്ങളുടെ സമാധാനം നിലനിർത്താൻ സഹായിക്കും. 4. സ്വയം പര്യാപ്തതയുടെ മന്ത്രം. സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ അനുഭവിക്കുന്ന പരിഹാസങ്ങൾ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം. ഒരു ചെറിയ തുക കടം ചോദിച്ച് ബന്ധുക്കളുടെ അടുത്തോ സുഹൃത്തുക്കളുടെ അടുത്തോ പോയാൽ അവർ ആ പണം നൽകിയാലും പിന്നീട് നിങ്ങളെ വില കുറച്ചു കാണാൻ തുടങ്ങും. നമ്മുടെ സഹായമില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന അഹങ്കാരം അവർക്കുണ്ടാകുന്നു. ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന യുവാക്കൾ ബന്ധുക്കളുടെ പരിഹാസത്തിന് ഇരയാകുന്നത് പതിവാണ്. എന്നാൽ സ്വന്തമായൊരു വരുമാനവും നിലപാടുമുള്ളവരെ എല്ലാവരും ബഹുമാനത്തോടെ നോക്കുന്നു. വിവാഹത്തിനു ശേഷം പങ്കാളിയുടെ പണത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവർക്ക് പലപ്പോഴും സ്വന്തം അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യം ലഭിക്കാറില്ല. സ്വന്തം വാഹനവും സ്വന്തം വീടും സ്വന്തം അധ്വാനവുമുള്ളവനെ തകർക്കാൻ ആർക്കും എളുപ്പമല്ല. പ്രതിസന്ധിഘട്ടങ്ങളിൽ ആരും സഹായിക്കാൻ വരില്ല എന്നുറപ്പിച്ച് പ്ലാൻ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ വീഴ്ചകൾ കുറവായിരിക്കും. ലോകം എപ്പോഴും വിജയികളുടെയും ശക്തരുടെയും കൂടെ മാത്രമേ നിൽക്കുകയുള്ളൂ. ജീവിതത്തിൽ ഒരു വലിയ സാമ്പത്തിക തകർച്ചയോ അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമോ ഉണ്ടാകുമ്പോൾ മിക്കവാറും എല്ലാ വ്യാജബന്ധങ്ങളും കൊഴിഞ്ഞുപോകാറുണ്ട്. ആഘോഷങ്ങളിലും പാർട്ടികളിലും എപ്പോഴും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ
നിങ്ങൾക്കൊരത്യാഹിതം സംഭവിക്കുമ്പോൾ ഫോൺ പോലും എടുക്കാത്ത സാഹചര്യം പലരും അനുഭവിച്ചിട്ടുണ്ടാകും. പണമുള്ളപ്പോൾ നിങ്ങളെ പുകഴ്ത്തി നടന്ന ബന്ധുക്കൾ നിങ്ങൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ കണ്ടില്ലെന്ന് നടിച്ചുപോകുന്നത് കാലം നൽകുന്ന പാഠമാണ്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഒരുപക്ഷേ ആ സമയത്ത് സഹായത്തിനെത്തിയേക്കാം. കാലം ഓരോ മനുഷ്യന്റെയും യഥാർത്ഥ മുഖം അനാവരണം ചെയ്യും. രാഷ്ട്രീയക്കാരും അധികാരമുള്ളവരും അവരുടെ പദവിയൊഴിയുമ്പോൾ കൂടെയുള്ളവർ എങ്ങനെ മാറിപ്പോകുന്നു എന്നത് ഇതിനുത്തമ ഉദാഹരണമാണ്. യഥാർത്ഥ സ്നേഹം പരീക്ഷണഘട്ടങ്ങളിലാണ് തിരിച്ചറിയപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ഒരാളെ വിശ്വസിക്കാതെ അവരെ കാലത്തിന് വിട്ടുകൊടുക്കുക. സമയം വരുമ്പോൾ അവരാരാണെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. വിഷകുംഭം പയോമുഖം അഥവാ വിഷം നിറഞ്ഞ പാൽക്കുടങ്ങൾ. നമ്മുടെ കുടുംബയോഗങ്ങളിലും മറ്റും ഏറ്റവും മധുരമായി സംസാരിക്കുന്ന ചിലരുണ്ടാകും. നിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട് എന്നു പറഞ്ഞു തുടങ്ങുന്നവർ പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് നാട്ടിൽ പരത്തുന്നവരായിരിക്കും. ഇത്തരം ആളുകൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളെ പുകഴ്ത്തി സംസാരിക്കും. എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് മാറിയാലുടൻ നിങ്ങളുടെ കുറവുകൾ വിളിച്ചു പറയുന്നവരായിരിക്കും. ഓഫീസുകളിൽ ബോസിനോട് നിങ്ങളെക്കുറിച്ച് പരാതി പറയുന്ന നല്ലവൻ ചമയുന്ന സഹപ്രവർത്തകർ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. പുറമേ കാണുന്ന ഭവ്യതയും വിനയവും ഒരു മറ മാത്രമാണ്. വിവാഹാലോചനകളുടെ സമയത്ത് പെൺകുട്ടിയെയോ ആൺകുട്ടിയെയോ കുറിച്ച് മോശമായ കാര്യങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ചില ബന്ധുക്കളും ഇതേ ഗണത്തിൽപ്പെടുന്നവരാണ്. അവരുടെ സംസാരത്തിൽ തേനുണ്ടാകുമെങ്കിലും ഹൃദയത്തിൽ കൊടും വിഷമായിരിക്കും. ഇത്തരക്കാരെ തിരിച്ചറിയാൻ അവരുടെ വാക്കുകളേക്കാൾ പ്രവൃത്തികളെ ശ്രദ്ധിക്കുക. ഒന്ന് പിഴച്ചാൽ അവരാദ്യം നിങ്ങളെ തള്ളിപ്പറയുന്നത് കാണാം. ജാഗ്രതയോടെയുള്ള അയൽപ്പക്കം. ഒരു പറമ്പ് തർക്കമോ അല്ലെങ്കിൽ മരത്തിന്റെ കൊമ്പ് വെട്ടുന്ന കാര്യത്തിലോ ഉണ്ടാകുന്ന നിസ്സാര തർക്കങ്ങൾ കൊലപാതകത്തിൽ വരെ എത്തുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അയൽക്കാരൻ മോശമായാൽ ജീവിതത്തിലെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടും. നിങ്ങളുടെ വീട്ടിലെ സ്വകാര്യ സംഭാഷണങ്ങൾ പോലും ചെവികൂർപ്പിച്ച് കേൾക്കുന്ന അയൽക്കാർ പലപ്പോഴും വലിയ ശല്യമാണ്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരെക്കുറിച്ചോ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചോ അവർ അനാവശ്യമായി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത വേണം. ഒരു വിഷപ്പാമ്പിനൊപ്പം താമസിക്കുന്നതിന് തുല്യമാണ് അസൂയയാലുവായ അയൽക്കാരൻ എന്ന് ചാണക്യൻ പറയുന്നത് ഇത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ്. നിങ്ങളെ അപമാനിക്കാൻ അവർ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ നാട്ടിലെ മറ്റു കൂട്ടായ്മകളോ ഉപയോഗിച്ചേക്കാം. നല്ല അയൽക്കാരൻ ഒരു അനുഗ്രഹമാണെങ്കിലും ഒരു മോശം അയൽക്കാരൻ നിങ്ങളുടെ സ്വകാര്യതയെ നിരന്തരം വേട്ടയാടും. അവരോട് മര്യാദ കാണിക്കുക, പക്ഷേ ഒരിക്കലും വീട്ടിന്റെ അകത്തളങ്ങളിലെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കരുത്. തന്ത്രപരമായ പ്രതികരണം. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ഉടൻ തിരിച്ചു വഴക്കിനു പോകുന്നത് നിങ്ങളുടെ നിലവാരം കുറയ്ക്കുകയുള്ളൂ. ആധുനിക സമൂഹത്തിൽ വിജയിച്ച വ്യക്തികൾ തങ്ങളെ വിമർശിച്ചവർക്ക് മറുപടി നൽകുന്നത് അവരുടെ വിജയത്തിലൂടെയാണ്. ഉദാഹരണത്തിന്, നിങ്ങളെ കളിയാക്കിയ ബന്ധുക്കൾക്ക് മുന്നിൽ അതിനേക്കാൾ വലിയൊരു നേട്ടം കൈവരിച്ചു കാണിക്കുന്നത് വലിയൊരു പ്രതികാരമാണ്. വൈകാരികമായി പ്രതികരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളെടുക്കുന്നു. എന്നാൽ തന്ത്രപരമായി ചിന്തിക്കുന്നവർ ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് അവരെ നിശബ്ദരാക്കുന്നു. കേസിൽ കൊടുക്കാൻ നോക്കുന്നവർക്കെതിരെ നിയമപരമായും ബുദ്ധിപരമായും നീങ്ങുന്നത് ഒരു ചാണക്യതന്ത്രമാണ്. വാഗ്വാദം കൊണ്ട് ഒരാളെയും മാറ്റാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ വളർച്ച അവരെ സ്വയം ലജ്ജിപ്പിക്കും. ശത്രുവിന് നശിപ്പിക്കുക എന്നതിനേക്കാൾ ശത്രുവിനേക്കാൾ ഉയരത്തിൽ വളരുക എന്നതിനാണ് ചാണക്യൻ മുൻഗണന നൽകുന്നത്. ബുദ്ധിശക്തിയാണ് ഏറ്റവും വലിയ സൈന്യം എന്നോർക്കുക. ബന്ധങ്ങളിലെ സത്യസന്ധത പരിശോധിക്കുക. രക്തബന്ധമെന്ന ലേബലിൽ നമ്മൾ പലപ്പോഴും പല ക്രൂരതകളും സഹിക്കാറുണ്ട്. എന്നാൽ ബഹുമാനമില്ലാത്ത ഒരിടത്തും നിൽക്കരുത് എന്നാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ പണത്തിനു മാത്രം വില നൽകുന്ന അമ്മാവന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ തകർച്ചയിൽ സന്തോഷിക്കുന്ന സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ അവരെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കുടുംബമെന്നത് ഒരു വികാരമാണ്. എന്നാൽ അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായാൽ ആ ബന്ധം വിഷമാണ്. ഇന്നത്തെ കാലത്ത് പല കുടുംബതർക്കങ്ങളും കയ്യാങ്കളിയിലെത്തുന്നത് ഇങ്ങനെയുള്ള വ്യാജബന്ധങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ്. നിങ്ങളെ മാനസികമായി തകർക്കുന്ന ബന്ധുക്കളിൽ നിന്ന് മാറി നിൽക്കുന്നത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് നല്ലതാണ്. സ്നേഹമില്ലാത്ത ബന്ധങ്ങൾ വെറുമൊരു ചടങ്ങായി കൊണ്ടുനടന്നത് ഊർജം നഷ്ടപ്പെടുത്തുകയുള്ളൂ. യഥാർത്ഥ ബന്ധമെന്നത് പ്രയാസങ്ങളിൽ തണലാകുന്നതാണ്, അല്ലാതെ ആഘോഷങ്ങളിൽ മാത്രം തിളങ്ങുന്നതല്ല. ആത്മവിശ്വാസമാണ് യഥാർത്ഥ കരുത്ത്. സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്ന ഭയം പലരെയും തെറ്റായ തീരുമാനങ്ങളെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ചാണക്യൻ പറയുന്നത് നിങ്ങൾ ശരിയായ പാതയിലാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും മുന്നോട്ടു പോകണമെന്നാണ്. എല്ലാവരെയും പ്രിയണിച്ചു ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായൊരു വ്യക്തിത്വമുണ്ടാകില്ല. വലിയ സംരംഭകർ, വിപ്ലവകാരികൾ എന്നിവരൊക്കെ തുടക്കത്തിൽ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയവരാണ്. നാട്ടുകാർ എന്തു പറയും, ബന്ധുക്കൾ എന്തു വിചാരിക്കും എന്ന് കരുതി സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്.
ലോകത്തിന്റെ അംഗീകാരത്തേക്കാൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനാണ് വില നൽകേണ്ടത്. നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാൽ ഒരു ദിവസം ലോകം നിങ്ങളെ വിശ്വസിക്കും. കഠിനാധ്വാനവും ബുദ്ധിയും ചേരുമ്പോൾ ഏത് തടസ്സവും നീങ്ങും. മറ്റുള്ളവരുടെ തണലിൽ നിൽക്കുന്നതിനേക്കാൾ വെയിലത്താണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് അന്തസ്സ്. സുഹൃത്തുക്കളെ, ഇനി ചുറ്റുമുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ചാണക്യന്റെ ഈ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആരെ വിശ്വസിക്കണം, ആരോട് അകലം പാലിക്കണം എന്ന വിവേകം നേടുക. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുറപ്പാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുവെങ്കിൽ ചാണക്യന്റെ ഈ മഹത്തായ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റിൽ പങ്കുവയ്ക്കുക.